ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ ഇപ്പോൾ തോർന്നിരിക്കുകയാണ്. മഴയൊക്കെ വന്ന് എന്താ പറയുക, നല്ല കുത്തൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് മഴ മാറി ഇപ്പം നിൽക്കുകയാണ്. കുറച്ച് മഴക്കാരുണ്ട്. മഴ അത്യാവശ്യം തൂടുന്നുണ്ട്. പക്ഷെ വലിയ മഴയില്ലാതെ ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ പക്ഷേ ഇന്നലെ നമുക്ക് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി. കുറച്ച് തുണികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണക്കിയെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ഇപ്പോൾ മഴയില്ലെങ്കിൽ നമുക്ക് അകത്തിട്ടാലും ഇപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉണങ്ങായിരുന്നു. ഇപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ ഫാനൊന്നും ഇടുന്നില്ല. നമ്മൾ ബാൽക്കണിയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളെ അപ്പോൾ അവിടെ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷൂട്ട് തുണികളൊക്കെ തോരയിടുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നല്ല സുഖമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. മഴക്കാലമാകുമ്പോൾ നമുക്ക് ഒരു ഇടയ്ക്ക് ഇന്നലെ ഞാൻ രാവിലെ 9 തൊട്ട് 10 വരെയൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നു. നമുക്ക് വാക്കിങ്ങിന് രാവിലെ ഓക്കെ ഞാൻ പറയാമല്ലോ, രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, വൈകിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കും. ഇല്ലാത്തി നടക്കാൻ പറയില്ല. അല്ലാണ്ട് വലിയ ശരീരം എനിക്ക് അങ്ങനെ നടക്കാറില്ല. വെറുതെ ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കാൻ രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും 1 മണിക്കൂറെങ്കിലും നടക്കാതെ ഇരിക്കില്ല. പിന്നെ എനിക്ക് പുതിയ കോലി മേടിച്ചു. ക്യാമറ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങിച്ചു. അത് മറ്റേത് നമുക്ക് പഴയത് നമുക്ക് കേടായിട്ട് ഇരിക്കില്ലായിരുന്നത്. എല്ലാം പെട്ടെന്ന് പൊട്ടും. നമ്മൾ അത്ര വലിയ റേറ്റിൻ്റെ ഒന്നും അല്ലല്ലോ വാങ്ങിക്കുന്നത്. റേറ്റിൻ്റെ വാങ്ങിച്ച് എനിക്ക് എന്താ പറയുക, അത് എത്രത്തോളം നിൽക്കും, എങ്ങനെയാണ് എൻ്റെ എനിക്ക് വരുമാനമില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ നല്ല മഴയാണ്. ചക്കകളെല്ലാം കഴിഞ്ഞു കേട്ടോ. ചക്ക പരമാവധി ചക്കയും നല്ല പോലെ കൊഴിഞ്ഞ് വീണ് നാശമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഈ ഫ്രണ്ടിലൊന്നും അടിച്ചു വാരി. മഴ മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇങ്ങനെയല്ല, ഒത്തിരി ഉണക്കമൊക്കെ ഉണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ മഴ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടിച്ചപ്പോൾ വേഗം ഒരു വൃത്തിയാക്കി കിട്ടി. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ രാവിലെ നടന്നത്. അപ്പോൾ ഏടം പോയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സുന്ദരി ഇത് അവിടെ ഇരുന്ന് കൂവിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ദോശ കൊടുത്തു. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ ചേട്ടൻ നേരത്തെയാണ് പോയത്. അപ്പോൾ ചേട്ടൻ പോകുമ്പോൾ തന്നെ ചേട്ടൻ എറണാകുളത്തേക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എറണാകുളത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ മഴയുള്ള സമയത്ത് എന്തിനാണ് ചേട്ടൻ എറണാകുളത്തേക്ക് മീറ്റിംഗൊക്കെ? നല്ല മഴയല്ല അവിടെയൊക്കെ. എങ്ങനെയാണ് എറണാകുളം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ടെൻഷനാണ് എറണാകുളത്തിൻ്റെ കാര്യങ്ങളും എല്ലാ ജില്ലകളും അല്ലേ. പത്തനംതിട്ടയിലൊക്കെ ഒരു വെള്ളമൊക്കെ കയറിയതൊക്കെ കാണുമ്പോൾ എനിക്ക് വെള്ളം കയറി വീടുകളിലേക്ക് വെള്ളം കയറി വരുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്രമാത്രം നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ഫീലിങ്സ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയാനകമായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ ടി വിയിൽ അതൊക്കെ കാണുമ്പോഴേ എത്രമാത്രം ഭയാനകമാണ് സംഭവങ്ങൾ. കാരണം ഒരു മനുഷ്യൻ ഒരു വീട് വയ്ക്കുന്നതും ഒരു ടവല് പോലും മേടിക്കുന്നത് നമ്മൾ എത്രമാത്രം എന്താ പറയുക, കഠിനാധ്വാനം ചെയ്തിട്ടാണ്, സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഒരു പൊട്ട്, ഒരു കൺമിഷി അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഇതെങ്കിലും മേടിക്കുന്നത്. നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണല്ലേ, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. എല്ലാവരും പണിയെടുത്തിട്ടാണല്ലോ വീടും കാര്യങ്ങളൊക്കെ. അവിടേക്കൊക്കെ വെള്ളം കയറി വരിക, ഉള്ള സാധനങ്ങൾ മൊത്തം നശിച്ചു പോവുക. നമുക്ക് എത്രമാത്രം കഷ്ടപ്പെട്ട ഒരു ചെയറും സെറ്റിയും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുക. അതെല്ലാം അങ്ങനെ പോകുമ്പോൾ മഴയിൽ എന്താ പറയുക, ഒരു തുള്ളി മഴയിൽ നമുക്കതെല്ലാം പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും കേരളം എപ്പോഴും വെള്ളത്തിലാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കേരളം വെള്ളത്തിലാണ്. അപ്പോൾ എപ്പോഴും വെള്ളം കേരളം. അപ്പോൾ നമ്മൾക്കതിൽ നിന്നൊരു മോചനം ഇല്ലാത്ത പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നല്ല ശക്തമായ മഴ നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ ഇനി പെയ്യുന്നതെല്ലാം ശക്തമായ മഴയായിരിക്കാം. ചിലപ്പോൾ ഇനി മഴയേ ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട്
എന്ത് ചെയ്യണമെന്നോ ഒരു സംവിധാനം ഇല്ലാത്ത പോലെ. എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മളുടെയൊക്കെ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോഡുകളും തോടുകളും പുഴകളും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ഒറ്റയടിക്ക് ഒലിച്ചു പോവും. അപ്പോൾ അത്ര ശക്തമായ മഴ വരുമ്പോൾ അതിനെന്ത് ബദലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങൾ വരുമ്പോൾ വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ അവർ ക്യാമ്പ് ചെയ്തു, അപ്പോൾ നമ്മളെല്ലാവരും പോയി അവിടെ ഇരുന്നു, അല്ലെങ്കിൽ അവിടെ ചെന്നു, അവരെ കണ്ടു, ആശ്വസിപ്പിച്ചു, അവർക്ക് വെള്ളം കയറാത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു അല്ലെങ്കിൽ തുണികൾ കൊണ്ടുപോയി കൊടുത്തു. ഇതൊക്കെ സഹായം തന്നെ. പിന്നെ അവർ കഴിക്കുന്ന ഒപ്പം അവരൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചു, ഒരു ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഇതൊന്നും അല്ല അതിൻ്റെ ഒരു ഉത്തരം അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഉള്ളതിൻ്റെ ഉത്തരങ്ങൾ ഇതൊന്നുമല്ല. അതിലുത്തരം നമ്മൾ തേടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഉത്തരം ഈ നിമിഷമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ളൊരു പ്രതിവിധി എന്താണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു അത് എന്ത് ചെയ്താലാണ് ഇങ്ങനെ ഇത്രയും വലിയ വെള്ളപ്പൊക്കങ്ങളോ ഇത്രയും വലിയ സംഭവങ്ങളോ വരുമ്പോൾ നമ്മുടെ നാടിനെ എങ്ങനെ സംരക്ഷിച്ചെടുക്കാം എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ. ഒന്നുമല്ല, ഞാനും ഇതേപോലെ തന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്ന് പറയണം അല്ലേ. എന്താ ചെയ്യാം, ആരുമില്ല. നമുക്ക് എന്താ പറയുക, ഇപ്പം നമുക്ക് ഒന്നിനെ നമുക്ക് ഒരു രാജ്യത്തെയും നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വാസ്തവമാണ്. അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എത്രയൊക്കെ നമ്മൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചാലും ഒരു വെള്ളപ്പൊക്കത്തിലോ ഒരു വരൾച്ചയിലോ ഒക്കെ തീർന്നു പോകാവുന്ന കാര്യമുള്ളൂ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. പാവങ്ങൾ, എനിക്ക് വിഷമാവുക. കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ട് എത്രയോ വലിയ വലിയ വീടുകളാണ് എല്ലാവരും വെച്ചിരിക്കുന്നത്. അത് കൊച്ചു വീട്ടിലേക്കൊക്കെ വെള്ളം കയറുമ്പോഴേ അവർക്ക് ഒന്നാമതേ ഇല്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ വെള്ളവും കയറി അവരെ നിത്യദുരിതത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയില്ലേ. നമുക്ക് വെള്ളം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഈ വെള്ളം കയറി കഴിഞ്ഞ് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തവനും ഒന്നുമില്ല, ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. വെള്ളവും കയറി എല്ലാം കയറി ഒരു മിച്ചം പിടിച്ച കുറച്ച് പൈസ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോൾ സങ്കടമാണ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എപ്പോഴും ഇപ്പോൾ പറയില്ലേ, നമ്മൾ ഓരോരുത്തരും ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിന് ഇത് നിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മുടെ. അല്ലാതെ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്ന് നമ്മൾ ഒരു ക്യാമ്പിൽ പോകുന്നു, ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഒരു ക്യാമ്പിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു, ഇന്നതാണ് പ്രശ്നങ്ങൾ, ഇന്നതാണ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ ക്യാമ്പിൽ വെള്ളം കയറി, അവിടെ ക്യാമ്പിൽ വെള്ളം കയറി, ഇവിടെ അല്ലെങ്കിൽ റൂട്ടിൽ വെള്ളം കയറി. ഒരു നിമിഷം കൊണ്ടാണ് വെള്ളം കയറി വന്നതിന് നമുക്ക് അവർ ചിന്തിക്കാണ്ട് സ്വപ്നത്തിൽ പോലും. അപ്പോൾ ഇത്രയും നാളും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മളെപ്പോഴും പറയില്ലേ, പണ്ടൊക്കെ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, കരയാണോ പുഴയാണോ തോടാണോ, ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ നമ്മളുടെ പറഞ്ഞു തരാൻ പൂർവികരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ചാണ് നമ്മൾ വീട് വയ്ക്കുക അല്ലേ. ഒരിക്കലും മണ്ണിട്ട് നികത്തി കൊടുത്തോ ഒന്നുമല്ല നമ്മൾ വീട് വയ്ക്കുക, അല്ലെങ്കിൽ റോഡുകൾ കിട്ടുക. നമ്മളിപ്പോൾ പുഴയെ മുറിച്ച് കിടക്കാൻ വേണ്ടി നമ്മൾ തോട് പണിതു, അല്ലെങ്കിൽ പുഴയെ അപ്പുറത്തെ കരയിലേക്ക് പോകാൻ പണ്ടൊക്കെ നമ്മൾ പാടത്തോടെ നടന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ റോഡ് പണിതു. അപ്പോൾ ഈ വെള്ളം ഒഴുകാനുള്ള സംവിധാനം എവിടെയും നമ്മൾ കണ്ടില്ല. അതാണ് എന്നാ തോന്നുന്നു. നമുക്കത് കാണുമ്പോൾ സങ്കടം. ഇന്ന് ഒരു വാർത്തയിൽ ഇതാണ് പ്രശ്നം നമ്മൾ കാണുമ്പോൾ എല്ലാ കൊല്ലവും മഴക്കാലം വരുമ്പോൾ ഒരു ടെൻഷനാണ്, എല്ലാവർക്കും ഒരു ടെൻഷനാണ്. മഴ മാറി നിന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വന്നതാണ്. എനിക്കും ടെൻഷനാണ്. ഞങ്ങളുടെ ഒരു നിസാരം ചെറിയൊരു പൈപ്പ് ലീക്കായിരിപ്പോൾ തന്നെ എന്തുമാത്രം വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക ഈ ചുമരിൻ്റെ. നല്ല ടെൻഷൻ, എല്ലാവർക്കും ടെൻഷനാണ്. അവരവരുടെ ലൈഫ്, എല്ലാവരുടെയും ജീവനെ കുറിച്ച് അവരവർക്ക് നല്ല ടെൻഷനാണ്.
അത്രയേ ഉള്ളൂ. ഏതായാലും സമയം വെറുതെ ഞാൻ പറഞ്ഞ് നേരം കളഞ്ഞിട്ട് കാലയിലോ. അച്ചിന്ത്യസ് ഫാമിലിയോ സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.